ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ലെസൺ പകുതി വെച്ച് നിർത്തിയിരുന്നു. ക്ലാസ് 6ലെ 4th ചാപ്റ്റർ ഹാർ കി ജീത്ത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ കഥ എവിടം വരെ എത്തി? നമ്മുടെ മെയിൻ ക്യാരക്ടർ ബാബ ഭാരതി ആളുടെ കുതിര സുൽത്താൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണല്ലോ. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു. ബാക്കിയുള്ള കഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആവാജ് മേ കരുണ ഥി. ഒരു കരുണ നിറഞ്ഞൊരു സൗണ്ടാണ് ബാബ ഭാരതി കേട്ടത്. ബാബാനെ ഘോടേക്കോ റോക്ക് ലിയ. അപ്പം തന്നെ ബാബ കുതിര സവാരി അവിടെ നിർത്തി. देखा एक अपाहिज वृक्ष की छाया में पड़ा कराह रहा है. ഏക് അപാഹിജ് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ താഴെ ഒരു മരത്തിൻ്റെ ഷെയ്ഡിൽ നിന്ന് താഴെ നിന്ന് വിളിക്കുകയായിരുന്നു കേട്ടോ. വൃക്ഷ മീൻസ് ട്രീ, ഛായ മീൻസ് ഷെയ്ഡ്. കരാഹൻ മീൻസ് ഞെരങ്ങ് അല്ലെങ്കിൽ ഗ്രോണിങ്. അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടു. അപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ക്യോ തുമ്ഹേ ക്യാ കഷ്ട് ഹേ. ബാബ ഭാരതി ആ അപാഹിജിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അപാഹിജ് പറയാണ്, അപാഹിജ് ഹാൻഡിക്യാപ്ഡ് പറയാണ്, അപാഹിജിനെ ഹാത്ത് ജോഡ്കർ കഹാ, കൈ കൂപ്പി പറഞ്ഞു, ഹാത്ത് ജോഡ്കർ കഹാ ബാബ മേ ദുഖിയാറാ ഹൂ. ഞാനൊരു അൺഹാപ്പി പേഴ്സണാണ്. ദുഖിയാറ ദുഃഖ് ഭര, അൺഹാപ്പി. മുझ पर दया करो, എന്നോട് കരുണ കാണിക്കൂ. പ്ലീസ് ഷോ മെർസി ഓൺ മീ. രാമാവല യഹാ സെ 3 മീൽ ഹേ. ഇവിടുന്ന് 3 മീൽ ദൂരെയാണ് ആ സ്ഥലം രാമാവല. മുझे വഹാ ജാനാ ഹേ, എനിക്ക് അങ്ങോട്ട് പോകണം. ഘോടെ പർ ചढ़ാലോ, എന്നെ ആ കുതിരപ്പുറത്തൊന്ന് കയറ്റോ. പരമാത്മാ ഭല കരേഗ, നിങ്ങളെ ദൈവം രക്ഷിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബാബ ഭാരതി തിരിച്ച് ചോദിക്കുകയാണ്, വഹാ തുമ്ഹാര കോൺ ഹേ, അവിടെ നിങ്ങളുടെ ആരാണ് ഉള്ളത്? അപ്പോൾ അയാൾ പറയണം, ദുർഗാ ദത്ത് വൈദ്യ കാ നാം ആപ്നെ സുനാ ഹോഗ, ഉൻകാ സോത്തേല ഭായി ഹൂം. ദുർഗാ ദത്ത് എന്ന് പറഞ്ഞ ഒരു വൈദ്യൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങേരുടെ ഞാനൊരു ബ്രദറായിട്ട് വരും. സോത്തേല ഭായ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബ്രദർ അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട്. ബാബ ഭാരതിനെ ഘോടെ സെ ഉതർക്കർ അപാഹിജ് കോ ഘോടെ പർ സവാർ കിയ. അത് കേട്ടപ്പോൾ ബാബ ഭാരതി എന്ത് ചെയ്തു? ആ ഘോടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അപാഹിജിനെ അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി. ഉത്തർക്കർ മീൻസ് താഴെ ഇറങ്ങിയിട്ട്. സവാർ കിയ അതിൻ്റെ മുകളിൽ റൈഡ് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുത്തി. സവാരി മീൻസ് റൈഡർ എന്നാണ്. और സ്വയം ഉസ്കി ലഗാം പക്കടക്കർ ധീരെ ധീരെ ചലനെ ലഗെ. അപ്പോൾ അതിന് ശേഷം എന്താണ്ടായേ? ബാബ ഭാരതി അതിൻ്റെ ലഗാം, അതായത് കുതിരകളെ കൺട്രോൾ ചെയ്യാൻ ഒരു കയറുണ്ടാവുള്ളൂ 2 സൈഡിൽ നിന്നും, അത് പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. പക്കടക്കർ പിടിച്ചുകൊണ്ട്, ധീരെ ധീരെ പതുക്കെ പതുക്കെ, ചലനെ ലഗെ നടക്കാൻ തുടങ്ങി. സഹസ ഉനെ ഝട്കാൽ സാ ലഗാ, പെട്ടെന്നൊരു ഞെട്ടൽ. ഝട്ക മീൻസ് പെട്ടെന്ന് നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ ഞെട്ടില്ല, അതുപോലെ. ലഗാം ഹാത്ത് സെ ഛൂട്ട് ഗൈ, ആ കയ്യിൽ പിടിച്ചിരുന്ന കൺട്രോൾ ചെയ്തിരുന്ന കയർ അത് കയ്യിൽ നിന്ന് വിട്ടുപോയി. ഉൻകെ ആശ്ചര്യ കാ ഠിക്കാന നാ രഹാ, പെട്ടെന്ന് അത്ഭുതപ്പെട്ടു, ഷോക്കായിപ്പോയി, ആശ്ചര്യചകിത് ഹോന. ജബ് ഉൻഹോനെ ദേഖാ കി അപാഹിജ് ഘോടെ കി പീഠ് പർ തൻകർ ബൈഠാ ഹൈ. എന്ത് കണ്ടിട്ടാ ഷോക്കായത്? ഈ പറഞ്ഞ അപാഹിജ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആള് നല്ല സ്ട്രോങ് ആയിട്ട് ഘോടയുടെ മുകളിൽ ഇരിക്കുകയാണ്. और घोड़े को दौड़ाए लिए जा रहा है. മാത്രമല്ല കുതിരനെ നന്നായി ഓടിച്ചു കൊണ്ടുപോവുകയാണ്. തൻകർ ബൈഠ സ്ട്രോങ് ആയിട്ടിരിക്കുക, ദോടായെ ഓടിച്ചു കൊണ്ടുപോകും. ഉൻകെ മുഖ് സെ ഭയ വിസ്മയ और നിരാശ സെ മിലി ഹുയി ചീക്ക് നിക്കൽ ഗയി. അപ്പോൾ ബാബ ഭാരതിയുടെ വായിൽ നിന്ന് ഭയം കൊണ്ട്, വിസ്മയം കൊണ്ട്, നിരാശ, വിഷമം കൊണ്ട് ഒരു വായന്ന് സൗണ്ട് വന്നു. ഓളിടുന്ന പോലത്തെ ഒരു സൗണ്ട് പുറത്തേക്ക് വന്നു. ചീക്ക്, ചീക്കന മീൻസ് ഓളിടുക. വഹ അപാഹിജ് ഡാക്കു ഖടക് സിംഗ് ഥാ. ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾ ആരായിരുന്നു? ഖടക് സിംഗ് ആണ്. അത് ബാബ ഭാരതിക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാബ ഭാരതി കുച്ച് ദേർ തക് ചുപ്പ് രഹേ, കുറച്ച് നേരം വരെ ബാബ ഭാരതി മിണ്ടാതിരുന്നു. और कुछ समय पश्चात कुछ निश्चय करके पूरे बल से चिल्लाकर बोले, जरा ठहर जाओ. കുറച്ച് സമയത്തിന് ശേഷം കുച്ച് നിശ്ചയ കർക്ക്, എന്തോ നിശ്ചയിച്ചിട്ട്, ചില്ലാക്കർ പോലെ ഭയങ്കര ഓളിട്ടിട്ട് പറഞ്ഞു, ഠെഹർ ജാओ, അവിടെ നിൽക്കൂ. അപ്പോൾ ബാബ ഭാരതി എന്തോ മനസ്സിൽ ആലോചിച്ചിട്ടാണ് കേട്ടോ, തീരുമാനം എടുത്തിട്ടാണ് ഓളിട്ട് പറയുന്നത്.
അത് കേട്ടതും ഖടക് സിംഗ് ने यह आवाज़ सुनकर घोड़ा रोक लिया. അത് കേട്ടതും ഖടക് സിംഗ് അവിടെ തന്നെ കുതിരനെ നിർത്തി. और उसकी गर्दन पर प्यार से हाथ फेरते हुए कहा. എന്നിട്ട് നല്ല സ്നേഹത്തോടു കൂടി കുതിരപ്പുറത്ത് ഇങ്ങനെ കൈ തടവിക്കൊണ്ട് പറഞ്ഞു, ബാബാജി യഹ് ഘോട അബ് ന ദൂങ്ക. ഇനി ഈ കുതിര ഞാൻ ബാബ ഭാരതിക്ക് തരില്ല കേട്ടോ എന്ന്. പരന്തു ഏക് ബാത് സുൻതേ ജാओ, ഖടക് സിംഗ് ഠഹർ ഗയാ. പക്ഷെ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ട് പോയിക്കോളൂ. അതാരാ പറയുന്നത്? നമ്മുടെ ബാബ ഭാരതി ഖടക് സിംഗിനോട് പറയാണ്, ഖടക് സിംഗ് ഠഹർ ജാओ, ഒന്ന് അവിടെ നിൽക്കൂ ഖടക് സിംഗ്. ഈ കുതിര ഇനി തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ബാബ ഭാരതിയാണ് പറയണത് കേട്ടോ. പരന്തു ഈ കാര്യം കൂടി കേട്ടിട്ട് പോവാൻ. ബാബ ഭാരതി ने निकट जाकर उसकी ओर ऐसी आंखों से देखा जैसे ബക്കറ കസായി की ओर देखता है. ബാബ ഭാരതി കുറച്ച് അടുത്തേക്ക് ചെന്നിട്ട് ഖടക് സിംഗിൻ്റെ അടുത്തേക്ക് ചെന്ന് ഉസ്കി ഓർ ദേഖ, എന്നിട്ട് ഖടക് സിംഗിനെ ഒന്ന് നോക്കി. ऐसी आंखों से देखा, എന്നിട്ട് ബാബാജി ആ ഖടക് സിംഗിനെ ഒരു നോട്ടം നോക്കി. എങ്ങനത്തെ നോട്ടാണ് നോക്കിയത്? ജैसे ബക്കറ കസായി की ओर देखता है. നമ്മുടെ ഈ ആടിനെ നമ്മൾ വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ ആ ആട് നമ്മുടെ വെട്ടുന്ന ആളിനെ നോക്കുമല്ലോ, ആ ഒരു ദൃഷ്ടിയോടു കൂടിയാണ് നോക്കിയത്. അപ്പോൾ ആ വെട്ടാൻ കൊണ്ടുവന്ന ആ ആടിൻ്റെ കണ്ണിൽ എന്ത് ഭാവമായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അതേ ഒരു ദൃഷ്ടിയായിരുന്നു. ഓർ കഹാ യഹ് ഘോഡ തുമാരാ ഹോ ചുകാ ഹെ. എന്നിട്ട് പറഞ്ഞു, ഈ കുതിര ഇനി നിൻ്റെയാണ്. मैं तुमसे इसे वापस करने के लिए ना कहूँगा. ഇനി ഒരിക്കലും ഞാൻ ഈ കുതിരനെ തിരിച്ചു തരാൻ പറയില്ല. വാപ്പസ് കർണ തിരിച്ചു തരാം. पर खड़क सिंह केवल एक प्रार्थना करता हूँ. പക്ഷേ ഖടക് സിംഗ്, എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമുണ്ട്. ഇസെ അസ്വീകാർ ന കർണ. എൻ്റെ ഈ പ്രാർത്ഥന അസ്വീകാർ ചെയ്യരുത്, സ്വീകരിക്കാതിരിക്കരുത്. നഹി തോ മേരാ ദിൽ ടൂട്ട് ജായേഗ. അങ്ങനെ ചെയ്താൽ എൻ്റെ മനസ്സ് തകർന്നു പോകും. ടൂട്ട് ജായക എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നതാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ തകർന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഖടക് സിംഗ് പറയാണ്, ബാബാജി ആഗ്യാ കീജിയേ. ആ ബാബാജി പറയാനുള്ളത് പറഞ്ഞോളൂ. ആപ്കാ ദാസ് ഹൂ കേവൽ യഹ് ഘോഡ നാ ദൂങ്ക. ഞാൻ നിങ്ങളുടെ ദാസനാണ്, പക്ഷെ ഈ കുതിര ഞാൻ തരില്ല. ആഗ്യാ കീജിയേ മീൻസ് പ്ലീസ് ഗിവ് ഓർഡേഴ്സ്. അപ്പോൾ ഘോഡെ കാ നാം നാ ലോ. ഇനി ഈ കുതിരയുടെ പേരെടുക്കണ്ട. मैं तुमसे इस विषय में कुछ ना कहूँगा. എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. मेरी प्रार्थना केवल यह है कि इस घटना को किसी के सामने प्रकट ना करना. എനിക്ക് ഇനി ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ഇപ്പം ഉണ്ടായ സംഭവം, ഈ സംഭവം വേറെ ആരോടും പറയരുത്. ഘടന മീൻസ് ഇൻസിഡൻറ്റ്. സാമനെ പ്രകടന കർണ, ആരുടെയും മുൻപിൽ അവതരിപ്പിക്കരുത്. ഖടക് സിംഗ് का मुंह आश्चर्य से खुला रह गया. ഇത് കേട്ടതോടുകൂടി ഖടക് സിംഗിൻ്റെ മൗത്ത് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ തുറന്നിട്ടേ ഇരുന്നു എന്നാണ് പറയണത്. അതായത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരുന്നു. കേട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുമല്ലോ, അതുപോലെ എന്ന് പറഞ്ഞിട്ട്. उसे लगा था कि उसे घोड़े को लेकर यहाँ से भागना पड़ेगा. ആൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എനിക്ക് ഈ കുതിരയും കൊണ്ട് ഓടിപ്പോണ്ടി വരും എന്നാണ് ആൾ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവിടെ ഉണ്ടായത്. ഉസെ ലഗാ താ മീൻസ് ആൾക്ക് തോന്നി, ഭാഗന ഓടുക. परंतु बाबा भारती ने स्वयं उसे कहा कि इस घटना को किसी के सामने प्रकट ना करना. പക്ഷേ സ്വയം ബാബ ഭാരതി എന്നെ പറഞ്ഞു, ഈ കാര്യം ഇനി ആരോടും പറയരുത് എന്ന്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ അവിടെ ഉണ്ടായത്. ഏതൊരു മനുഷ്യനായാലും എന്തെങ്കിലും നമ്മൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നാലെ വന്ന് പിടിക്കാനല്ലേ നോക്കുക. പക്ഷേ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബാബ ഭാരതി ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആശ്ചര്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നത് കേട്ടോ. इससे क्या प्रयोजन सिद्ध हो सकता है? ഖടക് സിംഗ് ने बहुत सोचा. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഖടക് സിംഗ് ഒരുപാട് ആലോചിച്ചു. ഖടക് സിംഗ് ആലോചിക്കുന്നത് ഇതുകൊണ്ട് ബാബ ഭാരതി എന്താണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഖടക് സിംഗിന് മനസ്സിലാവുന്നില്ല. ബഹുത് സിർമാറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു എന്നാണ്, ഒരു മുഹാവറ പോലെയാണത്. സിർമാറ എന്ന് പറഞ്ഞാൽ നമ്മൾ തല കൊണ്ട് ഇടിക്കുക എന്നാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. പക്ഷേ അതിൻ്റെ അർത്ഥം കുറേ ചിന്തിച്ചു എന്നാണ്. പരന്തു കുച്ച് സമജ് നാ സക്ക. പക്ഷെ ഒന്നും മനസ്സിലായില്ല.
हार कर उसने अपनी आंखें बाबा भारती के मुख पर गड़ा दी और पूछा, बाबा जी, इसमें आपका क्या डर है? എന്നിട്ട് തിരിച്ച് ബാബ ഭാരതിയോട് തന്നെ അപ്പം തന്നെ ബാബ ഭാരതിയോട് ചോദിച്ചു. अपनी आंखें बाबा भारती के मुख पर गड़ा दी എന്ന് പറഞ്ഞാൽ ഖടക് സിംഗിൻ്റെ കണ്ണുകൾ ബാബ ഭാരതിയുടെ മുഖത്തേക്ക് നോക്കി സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ബാബാജി, ഇസ്സെ ആപ്കാ ക്യാ ഡർ ഹെ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പേടി? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ പേടിക്കുന്നത് എന്നാണ് ആൾ ചോദിക്കുന്നത്. സുൻകർ ബാബ ഭാരതിനെ ഉത്തർ ദിയ. അത് കേട്ടിട്ട് ബാബ ഭാരതി അതിൻ്റെ ആൻസർ പറഞ്ഞു. लोगों को यदि इस घटना का पता चला तो वे किसी गरीब पर विश्वास न करेंगे. അഥവാ ഈ സംഭവം ആൾക്കാർ ജനങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി തൊട്ടിട്ട് ഒരാളും ഒരു പാവത്തിനെയും സഹായിക്കില്ല. ഗരീബ് മീൻസ് പാവങ്ങൾ, വിശ്വാസന കറങ്ങി വിശ്വസിക്കില്ല. ഈ സെൻറ്റൻസ് കിസ്നെ കിസ്സെ കഹ എന്ന് ഇതിൽ ചോദ്യത്തിൽ വരാറുണ്ട്. നോർമലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് എഴുതി വെച്ചാൽ ഇത് നമുക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സെൻറ്റൻസ് ബാബ ഭാരതി ഖടക് സിംഗിനോടാണ് പറയുന്നത്. दुनिया से विश्वास उठ जाएगा, यह कहते कहते उन्होंने सुल्तान की ओर से इस तरह मुंह मोड़ लिया जैसे उनका उससे कभी कोई संबंध ही ना रहा हो. ലോകത്തുനിന്ന് ഈ വിശ്വാസ് എന്ന് പറഞ്ഞ ആ സംഭവം മാഞ്ഞു പോകും അഥവാ ഇല്ലാതാകും. മീൻസ് ഒരാളും വേറൊരാളെ വിശ്വസിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് സുൽത്താനെ നോക്കി നിന്നിരുന്ന ബാബ ഭാരതി പെട്ടെന്ന് മുഖം തിരിച്ചു. എങ്ങനെയാണ് മുഖം തിരിച്ചത്? എനിക്കിനി സുൽത്താനായിട്ട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന പോലെ ഭാവത്തിലാണ് മുഖം തിരിച്ചത്. बाबा भारती चले गए, परंतु उनके शब्द खड़क सिंह के कानों में उसी प्रकार गूंज रहे थे. सोचता था कैसे ऊंचे विचार हैं. ഇത്രയും പറഞ്ഞ് ബാബ ഭാരതി തിരിച്ചുപോയി. പക്ഷേ പരന്തു ഉൻകെ ഖടക് സിംഗ് കെ കാനോമേ, പക്ഷെ ഖടക് സിംഗിൻ്റെ ചെവിയിൽ ഉസി പ്രകാർ ഗൂഞ്ചരായ അങ്ങേര് പറഞ്ഞ ആ വാക്കുകൾ അതേപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഗൂഞ്ച് രഹേ മുഴങ്ങ്, അതേപോലെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആലോചിച്ചു, എന്തൊരു ഉന്നതമായ ചിന്തകളാണ് അയാളുടെ. कैसे पवित्र भाव है, എന്തൊരു പവിത്രമായ ഒരു ഭാവമാണ്. उन्हें इस घोड़े से प्रेम था, അങ്ങേർക്ക് ഈ കുതിരയോട് ഇഷ്ടമായിരുന്നു. इसे देखकर उनका मुख फूल की नाई खिल जाता था. മീൻസ് ഫൂലോ की तरह खिला हुआ चेहरा, നല്ല സുന്ദരമായിട്ടുള്ള ഫേസ്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹാപ്പി ഫേസ്, അതാണ് ഇവിടെ സിംബിളൈസ് ചെയ്യുന്നത്. ഇസ്കെ ബിനാ മേ രഹ ന സകൂങ്ക, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇസ്കി റഖ്വാലി മേ വേ കൈ റാത്ത് സോയേ നഹി, ഇതിനെ ഗാർഡ് ചെയ്തിട്ട് ഒരുപാട് നാളുകൾ രാത്രികൾ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ട്. റഖ്വാലി മീൻസ് ഗാർഡ്. ഭജൻ ഭക്തി നാ കർ റഖ്വാലി കർത്തെ രഹേ, ഭജനും ഭക്തി ഇതൊന്നുമില്ലാതെ ഇതിൻ്റെ ഗാർഡ് ചെയ്യലായിരുന്നു പണി, ഇതിനെ സംരക്ഷിക്കലായിരുന്നു പണി. പരന്തു ആജ് ഉൻകെ മുഖ പർ ദുഃഖ് കി രേഖ തക് ദിഖായി ന പഡ്തി ഥി, പക്ഷെ ഇന്ന് ആളുടെ മുഖത്ത് ഒരു വിഷമത്തിൻ്റെ വര പോലും കാണുന്നില്ല. ഉൻഹെ കേവൽ യഹ് ഖയാൽ താ कि कहीं लोग गरीबों पर विश्वास करना ना छोड़ दें. അങ്ങേർക്ക് ഒരു ചിന്ത മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അത് ഈ പാവങ്ങളെ ജനങ്ങൾ വിശ്വസിക്കാതെ ഇരുന്നാലോ എന്ന് മാത്രം. ഖയാൽ മീൻസ് തോട്ട്. രാത് കെ അന്ധേരെ മേ ഖടക് സിംഗ് ബാബ ഭാരതി കെ മന്ദിർ മേ പहुंचा. രാത്രിയുടെ ഇരുട്ടത്ത് ഈ ബാബ ഭാരതിയുടെ മന്ദിറിൻ്റെ അവിടേക്ക് ഖടക് സിംഗ് വന്നു. ചാറോ ഓർ സന്നാട്ട താ, ചുറ്റും ഭയങ്കര കാമൻ ക്വയറ്റ് സൈലൻസ് ആയിരുന്നു. സന്നാട്ട മീൻസ് സൈലൻസ്. ആകാശ് മേ താരെ ടിംടിമാത്തെ രഹേ ഥേ, ആകാശത്ത് സ്റ്റാർസ് അങ്ങനെ ട്വിങ്ക്ലിംഗ് ആയിരുന്നു. ടിംടിമാന ട്വിങ്ക്ലിംഗ്. थोड़ी दूर पर गाँवों के कुत्ते भौंक रहे थे, കുറച്ച് ദൂരെ ഈ ഗ്രാമത്തിലുള്ള ഡോഗ്സൊക്കെ ബാർക്ക് ചെയ്യായിരുന്നു. ഭോങ്കന ബാർക്കിംഗ്, കുത്തെ ഡോഗ്സ്, ഗാँव ഗ്രാമം. मंदिर के अंदर कोई शब्द सुनाई ना देता था, അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വാക്ക് പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഖടക് സിംഗ് സുൽത്താൻ കി ബാഗ് പക്കടെ ഹുവേ ഥാ, ഖടക് സിംഗ് ആണെങ്കിൽ ആ കുതിരയുടെ ആ കടിഞ്ഞാൻ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ബാഗ് മീൻസ് ആ കടിഞ്ഞാൻ.
वह धीरे धीरे अस्तबल के फाटक पर पहुंचा. എന്നിട്ട് പതുക്കെ പതുക്കെ ആ അസ്തബല സ്റ്റേബിളിൻ്റെ എൻട്രൻസ് വരെ എത്തി. ഫാട്ടക് ഖുല്ല പടാ था. ആ എൻട്രൻസ് ആണെങ്കിൽ തുറന്നു കിടക്കുമായിരുന്നു. കിസി സമയ വ ബാബ ഭാരതി സ്വയം ലാഠി ലേക്കർ പെഹ്റാ ദേത്തെ थे. ഒരു കാലത്ത് ആ എൻട്രൻസിൻ്റെ അവിടെ ബാബ ഭാരതി ഒരു വടിയും പിടിച്ച് അവിടെ സെക്യൂരിറ്റി പോലെ ഇങ്ങനെ ഗാർഡ് ചെയ്തിരുന്നു. പെഹ്റാ ദേന ലൈക്ക് ഗാർഡ് ലൈക്ക് സെക്യൂരിറ്റി. परंतु आज उन्हें कोई चोरी किसी डाके का भय न था. പക്ഷേ ഇന്ന് ആൾക്ക് ഒരു കളവോ കള്ളക്കടത്തോ ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവിടെ സുൽത്താൻ ഉണ്ടായിരുന്നില്ല. ഖടക് സിംഗ് ने आगे बढ़कर सुल्तान को उसके स्थान पर बांध दिया. എന്നിട്ട് ഖടക് സിംഗ് എന്ത് ചെയ്തു, ആ മുന്നേ കെട്ടിയിരുന്ന അതേ സ്ഥലത്ത് പോയിട്ട് ആ സുൽത്താനെ അവിടെ പോയി ബാന്ദ് ദിയ, കെട്ടിയിട്ടു. और बाहर निकलकर सावधानी से ഫാട്ടക് ബന്ദ് കർ ദിയ. എന്നിട്ട് ബാഹർ നിക്കൽക്കർ പുറത്തിറങ്ങിയിട്ട് സാവധാനി സേ ഭയങ്കര സൂക്ഷിച്ച് ആ ഗേറ്റ് അടച്ചു. ഫാട്ടക് ബന്ദ് കർ ദിയ. ഇസ് സമയം ഉസ്കി ആँखों में പശ്ചാത്താപ് കെ ആംസൂ थे. ഈ സമയത്താണ് ആൾക്ക് ഒരു പശ്ചാത്താപം തോന്നണത്. ഒരു ഗിൽട്ട് ഫീലിൻ്റെ ഒരു ടീയേഴ്സൊക്കെ വന്നു തുടങ്ങി. ആംസൂ ടീയേഴ്സ്. രാത്രി കാ തീസറാ പെഹർ ബീത് ചുക്കാ ഥാ. രാത്രി ഒരുപാട് കഴിഞ്ഞു, അതായത് 3/4 ഭാഗം രാത്രി കഴിഞ്ഞു ഈ സമയം കൊണ്ട്. चौथा पहर आरंभ होते ही बाबा भारती ने अपनी कुटिया से बाहर निकल ठंडे जल से स्नान किया. 3/4 ഭാഗവും കഴിഞ്ഞ് അവസാനത്തെ 4ാമത്തെ ഭാഗത്ത് ബാബ ഭാരതി എണീറ്റ് ആ കുട്ടിയാസെ ബാഹർ, അതായത് ആ കുട്ടിയ മീൻസ് ഹട്ടാണ്, അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ठंडे पानी തണുത്ത വെള്ളത്തിൽ സ്നാൻ കിയ, കുളിക്കുകയും ചെയ്തു. उसके पश्चात इस प्रकार जैसे कोई स्वप्न में चल रहा हो. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആൾക്ക് ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നി. ഉൻകെ പാവ് അസ്തബൽ കി ഓർ ബഡേ. ആള് അസ്തബല സ്റ്റേബിളിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. परंतु फाटक पर पहुंचकर उनको अपनी भूल प्रतीत हुई. അവിടെ എത്തിയതിന് ശേഷമാണ് ആൾക്ക് ആളുടെ തെറ്റ് മനസ്സിലായത്. भूल मीन्स തെറ്റ്, पहुंचकर അവിടെ എത്തിയിട്ട്. साथ ही घोर निराशा ने पाँव को मन भर का भारी बना दिया. ഘോർ നിരാശ മീൻസ് ഒരുപാട് വിഷമം കാരണം ആളുടെ കാലുകൾ ഭയങ്കര ഭാരമായിട്ട് ആൾക്ക് മനസ്സിൽ തോന്നി, ഫീൽ ചെയ്തു തുടങ്ങി. ഭാരി ബനാദിയ ഭയങ്കര വെയിറ്റ് ഉള്ളതാക്കി. വേ വഹി റുക്ക് ഗയേ. അവിടെ തന്നെ ആൾ നിന്നു. घोड़े ने अपने स्वामी के पाँवों की चाप को पहचान लिया. ഈ സുൽത്താൻ ആണെങ്കിലോ ആളുടെ സ്വാമി, അതായത് ഈ ബാബ ഭാരതിയുടെ സ്റ്റെപ്സിൻ്റെ ഒരു അനക്കുണ്ടല്ലോ, അത് മനസ്സിലാക്കുകയും ചെയ്തു. പെഹചാൻ ലിയ മനസ്സിലാക്കി. പാവോം കി ഛാപ്പ്, അതായത് സ്റ്റെപ്സ് വെക്കണതിൻ്റെ ആ ഫുട് പ്രിൻറ്റ്സ്. ഓർ സോർ സെ ഹിൻഹിനായ. എന്നിട്ട് കുതിര ഉറക്കെ ആ ഒരു കരച്ചിലുണ്ടല്ലോ, അങ്ങനെ ഇളകിക്കൊണ്ടുള്ള ഒരു കരച്ചിൽ, അങ്ങനെ ചെയ്തു. ഹിൻഹിനായ കുതിരകൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ് നെയ്. അബ് ബാബ ഭാരതി ആശ്ചര്യ സെ ദോടത്തെ ഹുവേ അന്തർ ഘുസേ. എന്നിട്ട് പിന്നെ ബാബ ഭാരതി ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി ഉള്ളിലേക്ക് ചെന്നു. और अपने घोड़े के गले से लिपटाकर इस प्रकार रोने लगे मानो कोई पिता बहुत दिनों से बिछड़े पुत्र से मिल रहा हो. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? ഒരു കുട്ടീനെ അച്ഛൻ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന അതുപോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ലിപട്കർ കെട്ടിപ്പിടിച്ച്. बार बार उसकी पीठ पर हाथ फेरते, बार बार उसके मुँह पर थपकियाँ देते. പല തവണയും അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുത്തു, മുഖത്ത് ഇങ്ങനെ തട്ടിക്കൊടുത്തു. और कहते थे अब कोई गरीबों की सहायता से मुँह न मोड़ेगा. ഈ സെൻറ്റൻസും കിസ്നെ കാ കിസ്സെ കാ എന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് പറയുന്നത് കുതിരയോടാണ്. നമ്മുടെ ബാബ ഭാരതി കുതിരയോടാണ് പറയുന്നത്. ഇനി ആരും ഈ പാവങ്ങളെ സഹായിക്കാതെ ഇരിക്കില്ല എന്നാണ് ബാബ ഭാരതി സുൽത്താനോട് പറയുന്നത്. थोड़ी देर के बाद जब वह अस्तबल से बाहर निकले तो उनकी आँखों से आंसू बह रहे थे. കുറച്ച് കഴിഞ്ഞ് ആ സ്റ്റേബിളിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ ബാബ ഭാരതിയുടെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞിരിക്കുകയായിരുന്നു. ये आंसू
उसी भूमि पर ठीक उसी जगह गिर रहे थे जहाँ बाहर निकलने के बाद खड़क सिंह खड़ा होकर रोया था. ഈ സന്തോഷത്തിൻ്റെ കണ്ണീര് വീണത് അതേ സ്ഥലത്താണ് എവിടെയാണോ നമ്മുടെ ഖടക് സിംഗ് ഈ അസ്തബലിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് കരഞ്ഞത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീഴുന്ന കണ്ണീരും വീഴുന്നത്. दोनों के आंसुओं का उस भूमि की मिट्टी पर परस्पर मेल हो गया. ഈ രണ്ട് പേരെ കണ്ണു, ഒരാൾ സന്തോഷിച്ചിട്ടും ഒരാൾ വിഷമിച്ചിട്ടുമാണല്ലോ കണ്ണുനീര് വീണത്. രണ്ടിൻ്റെയും മേൽ ആയി എന്ന് പറയുന്നത് രണ്ടും കൂടി ഒന്നായി. പരസ്പർ പരസ്പരം, മിട്ടി മണ്ണ്, ആസോ കണ്ണുനീർ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചു. അങ്ങനെ നമുക്കൊരു മോറൽ വാല്യൂ, ഒരു മെസ്സേജുള്ളൊരു സ്റ്റോറിയാണത്. അപ്പോൾ ഇനി നമുക്ക് ലേഖക പരിചയം നോക്കാം. അത് എഴുതിയിരിക്കുന്നത് പ്രസിദ്ധ ലേഖക സുദർശനാണ്. ആളുടെ റിയൽ നെയിം ബദ്രിനാഥ് ഭട്ട് എന്നാണ്. ആളുടെ ആദ്യത്തെ കഥ എഴുതിയത് നിങ്ങളെപ്പോലെ വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണ്. കവിത മാത്രമല്ല, പിന്നെ വേറെ ലേഖ, നാടക്, ഉപന്യാസമൊക്കെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മൂവീസിൽ ആൾ സ്ക്രിപ്റ്റും സോങ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ആൾ ജനിച്ചത് ഇൻ 1896 ആൻഡ് ഡൈഡ് ഇൻ ദ ഇയർ 1983. അപ്പോൾ അത്രയേ ഉള്ളൂ ലേഖകനെ കുറിച്ച്. ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്ക് ആൻസേഴ്സ് എല്ലാ എക്സസൈസും ഞാൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. സോ ഫോർ മോർ സച്ച് വീഡിയോസ് പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.